ഉദരത്തിൽ നിന്ന് സാധാരണ ആളുകൾ ജനിക്കുന്നത് പോലെ നാം ജനിച്ചുവെങ്കിലും സ്വർഗത്തിൽ നിന്നൊരു ജനനവും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം. സ്തോത്രം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം എടുത്ത് വായിക്കണമെന്നില്ല. അവിടെ നിക്കോദെമോസ് എന്ന് മനുഷ്യനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും കഴിയത്തില്ല. അതെങ്ങനെയാണ് ജനിക്കുന്നതെന്ന് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവിലും വെള്ളത്താലുമുള്ള ജനനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ഒരു രണ്ടാമതൊരു ജനനവും കൂടെ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനൊരു രണ്ടാം ജനനമുണ്ട്. ഈ ജനനം ഭൂമിയിൽ മരിച്ചിട്ട് വീണ്ടും ജനിക്കുന്നത് പോലെയല്ല. ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന തന്റെ ജനത്തെ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ, ആത്മീക മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കുവാൻ, വീണ്ടും അവരിൽ ഒരു ജനനമുണ്ടാകുവാൻ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ അവരെ ഗ്രഹിപ്പിച്ചിട്ട്, പാപമോചനത്തിൻ്റെതായിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിപ്പിച്ചിട്ട്, കർത്താവായ യേശു ഏകരക്ഷകൻ എന്നുള്ള മർമ്മത്തെ ഗ്രഹിപ്പിച്ചിട്ട്, യേശുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ അവൻ വീണ്ടും ജനിക്കുന്നു. സ്വർഗരാജ്യത്തിൽ ദൈവഭവനത്തിലെ അംഗമായി മാറുകയാണ്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളും രണ്ടാമതും ജനിച്ചതാണ്. എങ്ങനെയാണത് രണ്ടാമത് ജനിച്ചത്? വീണ്ടും ജനിച്ചു.